ബഹുമാന്യനായ അധ്യക്ഷൻ, വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഷ്റഫ് കല്ലറ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സുരേന്ദ്രൻ കരിപ്പുഴ, ഈ സമര സംഗമത്തിൽ സംസാരിക്കുന്ന ബഹുമാന്യരായ പാട്രിക് മൈക്കിൾ, മാഗ്ലിൻ ഫിലോമിന, ആൻഡോ ഏലിയാസ്, പ്രിയപ്പെട്ട സുനിൽ, മുഹമ്മദ് ഷാഫി, സജീവ്, സയ്യിദ് അലവിത്തങ്ങൾ, അൻസിൽ അൻസാരി, മുബാറക്ക് വർക്കല, MH സലീം, ഈ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങളിൽ ദുരന്തങ്ങൾക്കിരയായ ആളുകളുടെ കുടുംബങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മത്സ്യത്തൊഴിലാളികളായ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. വെൽഫെയർ പാർട്ടി ഈ സമര സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഏറെ അറിയുന്നവരാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ നാട്ടുകാരും. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളായ നിരവധി കുടുംബങ്ങളുടെ കണ്ണീരും വേദനയും തീർത്തുകൊണ്ട് മുതലപ്പുഴയിലെ പുലിമുട്ടും അതുമായി അനുബന്ധമായി ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 125-ലധികം അപകടങ്ങളിൽ 73-ലധികം മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്കറിയാം. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത് സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ കൊണ്ടുവരിക, വലിയ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സമര സംഗമം സംഘടിപ്പിച്ചത്. നമ്മുടെ കൺമുമ്പിൽ പൊലിഞ്ഞുപോയ ആ വലിയ മനുഷ്യരുടെ ജീവിതങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് കണ്ണീരിൽ കുതിർന്ന ഓർമ്മകളുമായി ഈ സംഗമത്തിലുൾപ്പെടെ വന്നു ചേർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ബഹുമാന്യരായ സഹോദരിമാരെ, അമ്മമാരെ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വികലമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ അവർക്കെല്ലാ ആദരാഞ്ജലികളും നേർന്നുകൊണ്ട് ഇനിയും ഒരു മരണം സംഭവിക്കരുത് എന്ന ഹൃദയപൂർവമായ ആഗ്രഹത്തോടെ ഈ സമരസംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ദുരന്തങ്ങൾ കരുതി വരാൻ ഇനിയും എത്ര പേർ മരിക്കണം എന്ന ചോദ്യമാണ് നമ്മുടെ ഈ സമരസംഗമം സർക്കാരിന്റെ മുമ്പാകെ ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലും പല ഘട്ടങ്ങളിലും ഞാൻ സന്ദർശിച്ചിരുന്നു. ഏറെ ദയനീയമായ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന കുടുംബങ്ങൾ, കണ്ണീരോടെ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ, അന്നന്നത്തെ പട്ടിണിയും പരിവട്ടവും അവസാനിപ്പിക്കാൻ കടലിനോട് മല്ലടിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന
മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതീക്ഷയറ്റുപോയ അനുഭവങ്ങളാണ് ആ വീടുകളൊക്കെ നമ്മളോട് പങ്കുവച്ചത്. എന്തു ചെയ്യാൻ കഴിയും? എന്തുകൊണ്ട് നിരന്തരമായി ഈ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു? നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഗവൺമെന്റ് ക്രിയാത്മകമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? തീർച്ചയായും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തെറ്റായ സർക്കാരിന്റെ സമീപനങ്ങളെ തിരുത്തിയെടുക്കാനുള്ള അതിശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. ഇവിടെ മുതലപ്പുഴയിലെ ഹാർബറും പുലിമുട്ടും അതോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അശാസ്ത്രീയമാണ് എന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ദുരന്തങ്ങളുടെ കാരണം. അതുതന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് അനുഭവമുള്ള, വർഷങ്ങളായി കടലിന്റെ അനക്കങ്ങളും അടക്കങ്ങളും അറിയുന്ന ഈ നാട്ടിലെ കടലിന്റെ മക്കൾ വളരെ ശാസ്ത്രീയമായി പറഞ്ഞിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ തന്നെ 10-ലധികം അപകടങ്ങൾ സംഭവിച്ചു. 4-5 പേരും പോകുന്ന ബോട്ടിൽ ബോട്ട് പറയുമ്പോൾ 1-2 ആളുകൾ കാണാതാവുകയും അവസാനം കെട്ടിയുണ്ടാക്കിയ ആ കരിങ്കൽ ഭിത്തിയുടെ ഓരങ്ങളിൽ മരണപ്പെട്ടു പോകുന്ന ദുരനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളായ സുഹൃത്തുക്കൾ പറയാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടലിൽ മല്ലിട്ട് കാര്യക്ഷമത തെളിയിച്ചവരാണ്. നീന്തലറിയാം, കൈക്കരുത്തുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് ഗവൺമെന്റ് അതിന്റെ അനാസ്ഥയോടെ തന്നെ ഉണ്ടാക്കിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നവർ ഉറക്കെ പറയുകയാണ്. വളരെ പഴയ കാലം മുതൽ തന്നെ നൂറുകണക്കിന് ബോട്ടുകളിൽ മണലെടുത്തുകൊണ്ട് നിരന്തരമായം വർദ്ധിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനകരമാകും വിധം രൂപപ്പെടുത്തുകയും ചെയ്ത കടലോരത്തെയാണ് പല താൽപര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ മുതലപ്പുഴയിലെ ഹാർബർ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ പഠിക്കാൻ സർക്കാർ ആവശ്യമായ പദ്ധതികൾ രൂപപ്പെടുത്തണമെന്ന് ഈ സമരസംഗമത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ അപകടം സംഭവിക്കുന്നു, എന്തെല്ലാം അശാസ്ത്രീയതകളാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ളത് എന്ന് കൃത്യമായി പഠിച്ച് പരിഹാരം കാണാൻ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. 74 പേരുടെ മരണം വലിയ ദുരന്തമാണ് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. ഇന്നലെയാണ് അവസാനത്തെ ദുരന്തം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലയളവുകളിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, ചില പ്രതികരണങ്ങൾ വരുമ്പോൾ ചില പൊടിക്കൈകൾ സർക്കാർ സ്വീകരിക്കും. ഈ സമരസംഗമം ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് പൊടിക്കൈകൾക്ക് പകരം കൃത്യമായ ശാസ്ത്രീയമായ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ പോരാട്ടങ്ങളുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോകുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളായ സുഹൃത്തുക്കൾ, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, അവരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട്
അതിശക്തമായ പ്രക്ഷോഭവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ വലിയ പോരാട്ടങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുകയുണ്ടായി. നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ച് ഗവൺമെന്റിന്റെ മുമ്പിൽ യാചിക്കാൻ വേണ്ടിയും ചെല്ലുമ്പോഴും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയുടെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ? നല്ല തേനൂറുന്ന വാക്കുകളിൽ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മഹാപ്രളയം പിടികൂടിയപ്പോൾ നൂറുകണക്കിന് വീടുകളിൽ ആളുകൾ കുടുങ്ങിയപ്പോൾ വീട്ടിന്റെ മുകളിലും വെള്ളം പൊങ്ങിയിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ധൈര്യസമേതം തങ്ങളുടെ അനുഭവത്തിന്റെ പിൻബലത്തിൽ ബോട്ടുകളുമായി കടന്നു ചെന്നുകൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യജീവനെ കൈക്കുമ്പിലെടുത്ത് രക്ഷപ്പെടുത്തിയ ഐതിഹാസികമായ പ്രവർത്തനത്തെ നമ്മൾ ഓർമ്മിച്ചതാണ്. എന്താ കേരളം എന്ന് വിളിച്ചത്? മുഖ്യമന്ത്രി എന്താ അന്ന് പറഞ്ഞത്? ഇവർ നാടിന്റെ മാലാഖമാരാണ്, നാടിന്റെ രക്ഷകരാണ് എന്ന അഭിമാനത്തോട് ഓർമ്മിച്ചു. ആ രക്ഷകരായ വിഭാഗം അവരുടെ ജീവിതത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ മടിയുണ്ടെങ്കിലും വെൽഫെയർ പാർട്ടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇത് ഒരു നാടിന്റെ വിഷയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. ഈ സമരസംഗമത്തിൽ ഒഴുകിയെത്തിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ആ വിഷയം അതിശക്തമായി മനസ്സിലാക്കി അതേറ്റെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്ക് പ്രയോജകമായി മാറുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ 222 വരുന്ന തീരദേശ ഗ്രാമങ്ങൾ, കായൽ തീരഗ്രാമങ്ങൾ, ലക്ഷക്കണക്കായ തീരദേശ കുടുംബങ്ങൾ, കേരളത്തിലെ ഏറ്റവും ഡെൻസിറ്റിയുള്ള ജനസാന്ദ്രതയുള്ള മേഖലയാണത്. ചതുരശ്ര കിലോമീറ്ററിന് കേരളത്തിന്റെ ജനസാന്ദ്രത 800 ആണെങ്കിൽ, 800 വീടുകളും കുടുംബങ്ങളുമാണെങ്കിൽ ഈ തീരദേശ മേഖലയിൽ അത് 2168 എന്ന് 10 വർഷം മുമ്പുള്ള കണക്ക് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ് തീരദേശങ്ങളിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീരദേശ ജനത എന്തെല്ലാം കണ്ണീരും വേദനയുമാണ് അനുഭവിക്കുന്നത്. 2 ഭീമൻ ഡ്രാക്കുളകൾ തീരദേശത്തെ സമ്പൂർണമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, തിരുവനന്തപുരം തെങ്ങേറ്റത്ത് വിഴിഞ്ഞത്തും ഉൾപ്പെടെയുള്ള മേഖലയിൽ അദാനിയാണെങ്കിൽ കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ കരിമണൽ ഖനനത്തിന്റെ പേരിൽ ശശിധരൻ കർത്തയും അങ്ങനെയുള്ള കുറെ കുത്തകകളും തീരദേശത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ വരെ ട്രെഞ്ചിങ്ങിന്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് അദാനിയുടെ സീപോർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടേക്ക് വലിയ വലിയ ബർജുകളിൽ കല്ലടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ബാർജുകളെ സംരക്ഷിക്കാനും അതുവഴി ഈ വലിയ കുത്തകയെ രക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കിയ സൗകര്യങ്ങളാണ് ഈ നൂറുകണക്കിന് കുടുംബങ്ങളിൽ കനൽ കോരിയിട്ടുകൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മത്സ്യത്തൊഴിലാളികളുടെ കൊലപാതകങ്ങൾക്ക് കാരണം ഈ മേഖലയിൽ അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞത്തിന്റെ എല്ലാ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും സാമൂഹ്യ ഘടനയും ചോദ്യം ചെയ്തുകൊണ്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അദാനി പോർട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
മത്സ്യത്തൊഴിലാളികൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദാനി പോർട്ടിനെതിരെ സമരരംഗത്ത് വന്നു. ആ സമരം എങ്ങനെ അവസാനിച്ചു എന്നതിനെ കുറിച്ചുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സമരം ഐതിഹാസികമായ ഒരു സമര പോരാട്ടമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ അദാനി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പോർട്ടാണോ എന്ന് വളരെ ഗൗരവത്തിലുള്ള ചോദ്യം നമ്മൾ ഉന്നയിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അദാനിയുടെ കയ്യിലാണ് മുഴുവൻ പോർട്ടുകളും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വലിയ കുത്തകയാണ്. 11 ലക്ഷം കോടിയുടെ ആസ്തി. ഇന്ത്യയിലെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സുകളും അദാനിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. മോഡിയുടെ ഗവൺമെന്റ് ഗുജറാത്തിലെ 2 വ്യക്തികൾ നയിക്കുന്ന കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ആരെയാണ് ശക്തിപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ 4000 കോടി ആസ്തി ഉണ്ടായിരുന്ന ആ കച്ചവടക്കാരനെ 11 ലക്ഷം കോടിയിലേക്ക് വലിയ 11,000 കോടിയിലേക്ക് എത്തിക്കുന്ന വലിയ ബിസിനസ് ശൃംഖലയാക്കി മാറ്റുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ അദാനിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഇത് ഒരു പോർട്ട് എന്നതിലുപരി ഒരു വലിയ റിസോർട്ട് പ്രൊജക്ടും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമാക്കി അതിനെ മാറ്റുകയും അങ്ങനെ ഭൂമി വിലക്കെടുത്ത് ഹോട്ടലുകളും മറ്റുമുണ്ടാക്കിയിട്ട് തീരദേശത്തെ എന്നേക്കുമായി കൈക്കലാക്കിക്കൊണ്ട് സമ്പൂർണമായി തീരദേശവാസികളെ തീരത്ത് നിന്ന് കുടിയിറക്കാനുള്ള വലിയ പദ്ധതിയാണ് അദാനി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദാനിയുടെ കൈകളിലേക്ക് കേരളത്തിന്റെ തീരപ്രദേശം വിട്ടുകൊടുക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അദാനിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കേരളത്തിലെ വിഴിഞ്ഞം മേഖല ഉൾപ്പെടെയുള്ള തീരപ്രദേശം എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കിലോമീറ്ററുകളോളം കടല് അവരുടേതായി മാറുകയാണ്. ആ മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളികളുടെ കൊച്ചു കൊച്ചു വള്ളങ്ങൾക്ക് പോലും പ്രവേശിക്കാൻ അനുവാദമില്ല. കാരണം അത് അദാനിയുടെ സാമ്രാജ്യമാണ്. ഈ കടൽ അദാനിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചവർ കേരളത്തിലെ തീരദേശത്തിലെ മത്സ്യത്തൊഴിലാളികളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അദാനിക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇരകളാക്കപ്പെട്ടവരാണ് ഈ ബഹുമാന്യ കുടുംബങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ മേഖലയിൽ സംഭവിക്കുമ്പോൾ തിരുവനന്തപുരത്തെ മുഴുവൻ തീരദേശ മേഖലകളും അദാനിയുടെ പ്രൊജക്ടിന്റെ പ്രതിസന്ധിയിലാണ്. ആയിരക്കണക്കിന് വീടുകൾ തിരയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അദാനി പോർട്ടിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെയും കൊല്ലം ജില്ലയിലെയും തീരദേശ മേഖലകളെ സമ്പൂർണമായി തിരയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനാഥമാകുകയാണ്. വീടുകളില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. ഇവിടെ ഈ അദാനിയുടെ കോപ്രായമാണെങ്കിൽ കൊല്ലം മേഖലയിൽ, ആലപ്പുഴ മേഖലയിൽ ശശിധരൻ കർത്ത പ്രത്യേകമായി എത്തുകയാണ്. അദ്ദേഹം നമുക്കെല്ലാം ഏറെ സുപരിചിതർ. അദ്ദേഹത്തിന്റെ പറ്റുപുസ്തകത്തിൽ മാസപ്പടിയുടെ പേരിൽ അറിയപ്പെട്ടയാളാണ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ദിവസവും കൈക്കൂലി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് എഴുതി കൊടുത്തുകൊണ്ട് തീരദേശത്തെ മുഴുവൻ കരിമണലും കട്ടുകടത്തി കൊണ്ടുപോകുന്നയാളാണ് ശശിധരൻ കർത്ത എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേരിൽ ആ മേഖലയിലുടനീളം എല്ലാ വീടുകളും നഷ്ടപ്പെടുകയാണ്. ആയിരക്കണക്കിന് വീടുകൾ പൊട്ടിത്തകർന്നു പോയതിന്റെ കഥനാനുഭവങ്ങളുമായിട്ട് കൊല്ലം ആലപ്പുഴ മേഖലയിലെ
പല കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളി തീരദേശ മേഖലയിലെ കുടുംബങ്ങളും കണ്ണീരുമായി നമ്മളോട് പറയും. അപ്പൊ ഗവൺമെന്റ് ഇതിന്റെ പരിഹാരം എന്താ? പുനർഗേഹം പദ്ധതി ഉണ്ട് എന്നാ പറയാ. തീരദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് പുനർഗേഹം പദ്ധതിയുമായി ഗവൺമെന്റ് വരികയാണ്. നമ്മൾ പറയുന്നു ഈ പുനർഗേഹം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ തീരദേശ മേഖലകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ പിടിച്ചെടുക്കുന്നതിനും ആ മണ്ണ് തീരദേശത്തിന്റെ മണ്ണ് അദാനി ഉൾപ്പെടെയുള്ള കുത്തകകൾക്ക് കൈമാറുവാനും വേണ്ടിയുള്ള പദ്ധതിയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ ഞങ്ങൾക്ക് പുനർഗേഹം പദ്ധതി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടങ്ങളുമായി രംഗത്ത് വരുന്നത്. തീരദേശത്തെ സമ്പൂർണമായി കുത്തകകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റ് ഒത്താശയോടുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം എന്നു തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കരിമണൽ ഖനനം സമ്പൂർണമായി അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ മേഖലയിൽ നിയന്ത്രണ വിധേയമായി നടത്തുന്നതല്ലാത്ത മുഴുവൻ ഖനനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് തീരദേശത്തെ നിലനിൽക്കാൻ വേണ്ടി വിടണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ ഈ അദാനിയുടെ കുത്തക കമ്പനികളിലേക്ക് കോടികൾ കൊടുത്തുകൊണ്ടാണ് കേരള സർക്കാർ വരെ അതിനെ നിലനിർത്തുന്നത്. എങ്ങനെയാ അദാനി കാശുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗുജറാത്തിൽ മുദ്ര പോർട്ടുണ്ട്. ഒരുപാട് പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോർട്ടുകളൊന്നും വേണ്ടത്ര ലാഭകരമായിട്ടില്ല എന്നും നമുക്കറിയാവുന്നതാണ്. പിന്നെ എങ്ങനെയാ കാശുണ്ടാക്കുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടക്കുന്നത് ഗുജറാത്തിലാണ്, അത് മുദ്ര പോർട്ടിലാണ് എന്ന് പല കണക്കുകൾ വെച്ചുകൊണ്ട് പത്രവാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിൽ ഏതെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനോ മറ്റോ അല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദാനിയുടെ പോർട്ടുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മയക്കമരുന്നുൾപ്പെടെയുള്ള കള്ളക്കടത്തുകൾക്ക് വേണ്ടിയാണ്. ഒരു സമാന്തരമായ ബ്ലാക്ക് എക്കണോമി രാജ്യത്ത് നിർമ്മിക്കുകയാണ് അദാനി പോർട്ടുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കേന്ദ്രമായി ഈ അദാനി പോർട്ട് മാറും എന്നതിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ടാണ് അതിനെ ഗൗരവത്തിൽ കാണണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഏക്കർ കണക്കിന് ഭൂമി എടുക്കുന്നു, ഏക്കർ കണക്കിന് കടൽ, കിലോമീറ്റർ കണക്കിന് കടൽ അവരുടെ കൈകളിലാകുന്നു. ആർക്കും ആ മേഖലയിൽ പ്രവേശനമില്ല. സ്വതന്ത്രമായ രാജ്യത്ത് അദാനിയുടെ പുതിയൊരു രാജ്യം പോലെ ഈ മേഖല രൂപപ്പെടുകയാണ്. ഇതിനെതിരെ പ്രതിഷേധവും പ്രതിരോധവുമായി രംഗത്ത് വരാൻ നമുക്ക് സാധിക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യരായ ഒരുപാട് അതിഥികൾ ഈ സംഗമത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ വലിയ പ്രവർത്തനാനുഭവങ്ങളുള്ള നേതാക്കന്മാരുണ്ട്. ഒപ്പം ഈ മുതലപ്പുഴയിലെ ഈ മേഖലയിൽ ഒരുപാട് പ്രതീക്ഷകളോടെ കടലിലേക്ക് തിരിച്ച കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടുപോയ ബഹുമാന്യരായ സഹോദരിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടുപോയ പ്രിയപ്പെട്ട ഭാര്യമാരുൾപ്പെടെ പലരും ഈ വേദിയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവരുടെ കണ്ണീരിൽ കൂടുന്ന അനുഭവങ്ങൾ തീർച്ചയായും ഈ സമരത്തിന് കരുത്തു പകരുക തന്നെ ചെയ്യും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മള് ഈ മരണപ്പെട്ട വീടുകളിലൂടെ സന്ദർശിച്ചാൽ പല വീടുകളിൽ ഞാൻ പോയിരുന്നു. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കൂരകൾ, ഇപ്പോഴും ഓലമേഞ്ഞ കൂരകൾ ഈ നാട്ടിലുണ്ട് എന്ന് തീരദേശങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ മാസം ബഹുമാന്യനായ ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഒരു കൊച്ചു കൂര, കടത്തിന്റെ ബാക്കിയുമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ
ചോദ്യങ്ങളുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവരെ സമാധാനിപ്പിക്കാൻ ഒരു വാക്കുരിയാടാൻ പോലും കഴിയാതെ നമ്മൾ നിന്നു പോകുകയാണ്. വലിയ വർത്തമാനം പറയും. മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിന് വേണ്ടി ഫണ്ടുകളുണ്ട്, പദ്ധതികളുണ്ട്, മന്ത്രാലയങ്ങളുണ്ട്. ബ്ലൂ എക്കണോമി എന്ന പേരിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കേന്ദ്ര കേരള ഗവൺമെന്റുകൾ അതിനുള്ള വഴികൾ പല രൂപത്തിൽ ആവിഷ്കരിക്കാറുണ്ട്. എവിടെയാണ് ഇതൊക്കെ എത്തിയത്? ആരുടെ വികസനമാണ് സംഭവിച്ചത്? കേരളത്തിലെ തീരദേശ മേഖലയിലെ ലക്ഷക്കണക്കായ കുടുംബങ്ങളെ കണ്ണീരും വേദനയും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. മന്ത്രാലയങ്ങൾ എന്താണ് ചെയ്തത്? എത്ര പേർക്ക് സൗകര്യപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന വീടുകളുണ്ട്? പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷങ്ങളുണ്ട്? മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ടോ? ഭയവിഹ്വലരായി കടൽ കയറി വരുന്നതും കാത്ത് ഉറക്കം പോലും വരാതെ കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളാണ് തീരദേശ മേഖലകളിലുള്ളത്. തീർച്ചയായും ഇത് ഒരു വലിയ ചോദ്യം കേരളത്തിന്റെ മുമ്പിൽ ഉയർത്തുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചും അവർ കേരളത്തിന് നേടിത്തരുന്ന, ഇന്ത്യ രാജ്യത്തിന് നേടിത്തരുന്ന വിദേശ നാണ്യങ്ങളെ കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിക്കുകയും ഇടക്കിടക്ക് വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭരണ നേതൃത്വങ്ങളോട് നമ്മൾ ചോദിക്കുകയാണ്, അവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ പുരോഗതിക്ക് വേണ്ടി എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കിയത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. തീർച്ചയായും ഈ പ്രയാസത്തെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. തീരദേശത്ത് പല കാരണങ്ങളാൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കണം. പാർപ്പിട പ്രശ്നം മുതൽ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ വരെ അവരുടെ വിഷയങ്ങളാണ്. തീരദേശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളോട്, മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചാൽ അവരാദ്യം പറയുന്ന വിഷയം, ഞങ്ങൾക്ക് മണ്ണെണ്ണ പെർമിറ്റും മറ്റു പലതും ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് രൂപ കൊടുത്ത് മണ്ണെണ്ണ വാങ്ങിയെടുത്ത്, പലയിടങ്ങളിൽ നിന്നും വാങ്ങിയെടുത്ത് അതുമായി പോയാൽ ചിലവ് പോലും ഒക്കാതെ തിരിച്ചു വരേണ്ട ഗതികേടിലാണ് ഞങ്ങളുള്ളത് എന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പറയും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങളും അതിനാവശ്യമായ സൗകര്യങ്ങളും മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സമ്പൂർണമായി സൗജന്യമായി നൽകുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തീരദേശ മേഖലയിലെ വാസയോഗ്യമല്ലാത്ത പ്രയാസങ്ങളുള്ള വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന നിരവധിയായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുണ്ട്. അവരുടെ വീടുകൾ ഉൾപ്പെടെ പരിഷ്കരിച്ചു കൊടുക്കാൻ പദ്ധതികൾ നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ മരണപ്പെട്ടുപോയ 75-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളായ സുഹൃത്തുക്കൾ, അവർ സർക്കാരിന്റെ തെറ്റായ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിന്റെ രക്തസാക്ഷികളാണ്. അവരുടെ കുടുംബങ്ങളെ സമ്പൂർണമായി ഗവൺമെന്റ് സംരക്ഷിക്കണം. അതിനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിക്കണം. അതോടൊപ്പം ഇനിയൊരു മരണം ഉണ്ടാകാതിരിക്കാൻ പ്രശ്നം എന്താണെന്ന് ശാസ്ത്രീയമായി പഠിച്ചെടുത്ത് ഇത് പരിഹരിക്കാൻ സർക്കാർ സംവിധാനം ഒരുക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വരും നാളുകളിൽ തീരദേശ മേഖലയെ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ പദ്ധതികൾ ഒരുക്കണം. ഇത് പറയുമ്പോ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാ പറയാ. കഴിഞ്ഞ ഒരു കുടുംബത്തിലെ കഴിഞ്ഞ മരണമുണ്ടായപ്പോൾ ചർച്ചകൾ നടന്നപ്പോൾ 16 കോടി അനുവദിച്ചു എന്നാണ് കേട്ടത്. ഇപ്പൊ ട്രെഞ്ചിങ് ജോറാണ്, മണ്ണ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇന്നലെ മരണമുണ്ടായപ്പോൾ ഇന്ന് ട്രെഞ്ചിങ് ബഹു സ്പീഡിൽ നടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ നാട്ടിലെ ജനരോഷമില്ലാതാക്കാനും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുമുള്ള വഴിയാണ്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരമുണ്ടാകുകയില്ല. ദുരന്തത്തിന് അറുതി വരുത്താൻ, ഇനിയും ഒരു മരണമില്ലാതിരിക്കാൻ
ഈ മേഖല മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിൽ ചെയ്യാൻ, മത്സ്യബന്ധനം നടത്താൻ കഴിയും വിധം ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം അദാനി ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുംവെട്ട് കൊള്ള അവസാനിപ്പിക്കുകയും തീരദേശത്തെ ജനങ്ങൾക്ക് വിറ്റുകൊടുക്കാൻ കഴിയും വിധം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഗമത്തിൽ വന്നു ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഈ വേദിയിൽ മത്സ്യത്തൊഴിലാളികളായ വിവിധ സംഘടനകളുടെ നേതാക്കന്മാർക്കൊപ്പം പല ഘട്ടങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഈ അപകടങ്ങളുടെ ഇരയായ രക്തസാക്ഷികളായ ബഹുമാന്യരായ തൊഴിലാളികളുടെ കുടുംബങ്ങളുണ്ട്. ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഈ പോരാട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ ഇനിയും ഒരു ദുരന്തം ഈ തീരത്ത് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമാണ് നമ്മളെ ഈ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത് വിജയകരമാകുന്നത് വരെ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഏവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.